നോബൽ സമ്മാനം ലഭിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു പുരസ്കാരവുമല്ല നോബൽ സമ്മാനം. എല്ലാ വർഷവും നമ്മൾ നോബൽ സമ്മാനം അല്ലെങ്കിൽ നോബൽ പ്രൈസ് റിലീസ് ചെയ്യുമ്പോൾ കിട്ടിയ ആൾക്കാരുടെ പേരുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, എക്കണോമിക്സ് ഒക്കെ നമ്മൾ നോക്കും. പക്ഷേ ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു പുരസ്കാരം സമാധാനത്തിൻ്റെ നോബൽ സമ്മാനമാണ്, ദ നോബൽ പീസ് പ്രൈസ്. ഇതിപ്പോൾ ചർച്ച ചെയ്യാനുള്ള പ്രധാന കാര്യം ഡൊണാൾഡ് ട്രംപാണ്, ദി അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഈ അടുത്തുള്ള ഏറ്റവും വലിയൊരു ഫാസിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, എങ്ങനെ നോബൽ സമ്മാനം ലഭിക്കാം. സമാധാനത്തിൻ്റെ നോബൽ സമ്മാനമാണ് അദ്ദേഹത്തിന് ആവശ്യം. സോ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് പേര് ട്രംപിനെ നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു കോണ്ടെക്സ്റ്റിൽ ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എങ്ങനെയാണ് നോബൽ സമ്മാനം കിട്ടുക, ആരാണ് അങ്ങനെ നോമിനേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ആർക്കൊക്കെ നോമിനേറ്റ് ചെയ്യാം, നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ, ട്രംപിന് അവാർഡ് കൊടുക്കണ്ടെന്നോ അല്ലെങ്കിൽ കൊടുക്കണമെന്ന് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമോ, എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, ലോകത്ത് ആരാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പുരസ്കാരം നൽകുന്നത്. ഏറ്റവും പ്രധാനമായി ഗാന്ധിജിക്ക് ഇതുവരെ നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. പല പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിട്ട് പോലും ഗാന്ധിജിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്? മറ്റ് ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് നോബൽ സമ്മാനം കിട്ടിയില്ല? ഇങ്ങനത്തെ നോബൽ പീസ് പ്രൈസിനെ ബന്ധപ്പെടുത്തിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യാം. വിത്ത് മീ അർജുൻ ആർ ശങ്കർ. ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഈ ലോകത്ത് തന്നെയുണ്ട്. ട്രംപ് രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപിൻ്റെ തന്നെ കോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ആം ദ മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ ടു ബി അവാർഡഡ് ദ നോബൽ പീസ് പ്രൈസ് ബട്ട് ദേ വിൽ നെവർ ഗിവ് മീ. അവരെനിക്ക് ഒരിക്കലും ഇത് തരില്ല. ഞാൻ തന്നെയാണ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ ഈ കാലഘട്ടത്തിൽ, എനിക്ക് തരില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻസിന് മുന്നേ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയഡോർ റൂസ്വെൽറ്റ്, വൂഡ്രോ വിൽസൺ, ജിമ്മി കാർട്ടർ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ബറാക്ക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം കിട്ടി സമാധാനത്തിൻ്റെ. സോ ബറാക്ക് ഒബാമയ്ക്ക് കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ട് ട്രംപിന് കൊടുക്കുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത്. സോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണോ നോബൽ പീസ് പ്രൈസ്? അതിനുവേണ്ടി എന്തെങ്കിലും ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അങ്ങനെയാണ് ട്രംപിൻ്റെ കഥ ട്രംപ് സ്വയം പറയുന്നത്. 2018 സമയത്തിന് ശേഷമാണ് ട്രംപിന് ഈ ഒരു ഇൻട്രസ്റ്റ് വന്ന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് അമേരിക്ക, നമ്മൾ പലപ്പോഴും ലോക പോലീസ്, വേൾഡ് പോലീസ്, ബിഗ് ബ്രദർ എന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിലും എവിടെ പ്രശ്നമുണ്ടെങ്കിലും അമേരിക്ക അവിടെയുണ്ട്. സോ ലോകത്ത് പ്രശ്നങ്ങൾ നടക്കുന്ന പല ഭാഗത്തും അമേരിക്ക വന്ന് ഇടപെട്ട് ട്രംപിൻ്റെ നേതൃത്വത്തിൽ വന്ന് ദേ ഫൈൻഡ് എ സൊല്യൂഷൻ. അങ്ങനെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. 2018 തൊട്ടേ ഇത് തുടങ്ങി. പ്രത്യേകിച്ച് അമേരിക്കയും നോർത്ത് കൊറിയയും തമ്മിലുള്ള റിലേഷൻ അതിങ്ങനെ അത്യാവശ്യം മോശപ്പെട്ടൊരു സ്ട്രെയിൻഡ് റിലേഷനാണ്. പക്ഷെ അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ട്രംപ് എടുത്ത ഒരു എഫേർട്ട് തൊട്ട് ട്രംപ് ഇങ്ങനെ നോർത്ത് കൊറിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ വരുന്നു. അപ്പോൾ എനിക്ക് നോബൽ സമ്മാനം വേണം. പതുക്കെ അത് 2019, 20, 21 കഴിഞ്ഞപ്പോൾ അബ്രഹാം അക്കോർഡ്സ്, അതായത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നെഗോസിയേഷനിൽ, ചർച്ചയിലും പ്രധാനി ട്രംപ് തന്നെയായിരുന്നു. അപ്പോൾ ട്രംപും ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിനും ട്രംപ് തന്നെയാണ് ഉത്തരവാദി. അതിപ്പോൾ എൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അല്ലേ. പിന്നീട് സെർബിയ, കൊസോവോ ഈ രാജ്യങ്ങളുടെ എഗ്രിമെൻറ്റിനും പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റ് ബ്രോക്കർ ചെയ്യാനും ട്രംപ് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് അന്നത്തെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഷിൻസോ ആബെയും ട്രംപിനെ നോമിനേറ്റ് ചെയ്തു. അതായത് ട്രംപിന് ഒരു അവാർഡ് കൊടുക്കണം, കാരണം കൊറിയയായിട്ട് ഇത്രയും നല്ല ഒരു പോസിറ്റീവ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ചർച്ച നടത്തിയതുകൊണ്ട്. ഇതിവിടെയും കഴിഞ്ഞില്ല. ഇതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ റഷ്യ-യുക്രൈൻ വാർ വന്നു. റഷ്യ-യുക്രൈൻ വാറിനും വളരെയധികം എഫേർട്ട് ട്രംപ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. യുദ്ധം നിർത്തലാക്കണം എന്ന് പറഞ്ഞ് പുടിനെയും കാണുന്നുണ്ട്, സെലൻസ്കീനെയും കാണുന്നുണ്ട്. സെലൻസ്കീനെയും കണ്ട് രണ്ട് വിഭാഗം ആൾക്കാരെ രണ്ട് ഭാഗത്തും പോയി സംസാരിച്ച് യുദ്ധം നിർത്തണമെന്ന് പറയുന്നുണ്ട്. നോബൽ സമ്മാനം എനിക്ക് തരണം. ഇവിടെ മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ പ്രശ്നം വന്നപ്പോഴും അവിടെയും എത്തി. ഏറ്റവും വളരെ പെട്ടെന്ന് എത്തി, എനിക്ക് ഈ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്ത് വേൾഡിൽ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെയും അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിലേറ്റവും രസകരമായി തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയും പാകിസ്ഥാനും ഓപ്പറേഷൻ സിന്ദൂർ മുന്നോട്ട് ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് പെട്ടെന്ന് ട്രംപ് അവിടെയും വന്ന് ഒരു ദിവസം കൊണ്ട് നമുക്കറിയാം സ്ട്രൈക്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് US ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിൻ്റെ ഒരു
ഒരു സിറ്റുവേഷൻ ന്യൂട്രലൈസ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്തത്. ഇന്ത്യൻ ഗവൺമെൻറ്റും നരേന്ദ്രമോദി പറയുന്നുണ്ട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിച്ചതാണ്. നമ്മുടെ ഫോറിൻ സെക്രട്ടറി പറയുന്നുണ്ട് ഇന്ത്യ ഒരു തേർഡ് കൺട്രിയുടെ സഹായം തേടാറില്ല നെഗോസിയേഷനിൽ. പക്ഷെ പാകിസ്ഥാൻ പറയുന്നു ട്രംപ് വിളിച്ച് എല്ലാം ശരിയാക്കിയതുകൊണ്ടാണ് നെഗോസിയേഷൻ വന്നത്, അപ്പോൾ എനിക്ക് നോബൽ സമ്മാനം തരണം. ഇപ്പോൾ ഇങ്ങനത്തെ ഏത് ഇഷ്യൂവിലും ട്രംപ് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് വളരെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ലോകത്തെ പല നേതാക്കൾ, രാജ്യങ്ങളുടെ തലവന്മാർ ഇവരെല്ലാം നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ, അർമേനി പ്രസിഡന്റ്, അസർബൈജാനിലെ നേതാക്കന്മാർ, അമേരിക്കയിൽ തന്നെയുള്ള വലിയ വിഭാഗം ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. യുക്രൈനി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രസകരമായി ഈ അടുത്തൊരു യുക്രൈനി നേതാവ് തൻ്റെ നോമിനേഷൻ പിൻവലിച്ചു. അതായത് ട്രംപിനെ കൊണ്ട് യുക്രൈൻ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് പിൻവലിച്ചു. അതുമാത്രമല്ല, പാകിസ്ഥാനി ഗവൺമെൻറ് വളരെ സ്നേഹമാണ് ട്രംപിനോട്, നോബൽ സമ്മാനത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. തായ്ലൻഡ് ഗവൺമെൻറ്, കംബോഡിയൻ ഗവൺമെൻറ്, കംബോഡിയയിലെ ബുദ്ധിസ്റ്റ് ഭിക്ഷൂസ്, മോങ്സ് എന്ന് പറയുന്ന ഇവരും ട്രംപിൻ്റെ സമാധാനത്തിന്, ട്രംപ് കൊണ്ടുവന്ന പീസിന് വേണ്ടി നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അങ്ങനെയൊക്കെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. കാരണം ബറാക്ക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം കിട്ടി. അദ്ദേഹത്തിന് ആ കാലത്ത് കിട്ടിയതെന്ന് പറഞ്ഞാൽ വയലൻസ് അല്ലാതെ യുണൈറ്റഡ് നേഷൻസും ഒരു ന്യൂക്ലിയർ പവർ അല്ലെങ്കിൽ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ന്യൂക്ലിയർ പവർ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ബറാക്ക് ഒബാമയ്ക്ക് ഇത് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിനും ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ, ശരിക്കും ട്രംപ് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യം. ഇനി അടുത്തത് രസകരമായി, എങ്ങനെയാണ് ഒരു നോബൽ സമ്മാനം കിട്ടുന്നത്, ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോബൽ സമ്മാനം സാധാരണഗതിയിൽ മറ്റ് വിഭാഗങ്ങളിലൊക്കെ അങ്ങനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളൊരു പൂളുണ്ട്. ആ സെലക്റ്റഡ് പൂളിൽ നിന്ന് മാത്രമേ ഇതിന് നോമിനേഷൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മറ്റ് പ്രൈസസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോബൽ പീസ് പ്രൈസിന് ആർക്കും നോമിനേറ്റ് ചെയ്യാന്നല്ല, കുറച്ചും കൂടെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. കുറച്ചുകൂടെ രസകരമായി ചോദിച്ചാൽ, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഗവൺമെൻറ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് വേണമെങ്കിൽ വിചാരിച്ചു, യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പ്രൊഫസർക്ക്, ഹിസ്റ്ററി വിഭാഗം പ്രൊഫസർക്ക് നാളെ ട്രംപിന് വേണ്ടി ഒരു നോമിനേഷൻ ഫയൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നോബൽ സമ്മാനം ലഭിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷനാണ് നോർവേ എന്ന് പറയുന്ന രാജ്യം. നോർവീജിയൻ എന്ന് പറയുന്ന നോർവേയുടെ ഭാഗമാണ് നോർവീജിയൻ പാർലമെൻറ്റ് കൊണ്ടുവന്നുള്ള ഒരു നോർവീജിയൻ കമ്മിറ്റി ഉണ്ട്. ഒരു നോബൽ പീസ് പ്രൈസിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്കാണ് ഇതിൻ്റെ പ്രധാന ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഓർക്കേണ്ടത് സെൽഫ് നോമിനേഷൻസ് പറ്റില്ല. എനിക്ക് തന്നെ അല്ലെങ്കിൽ ട്രംപിന് വേണ്ടി തന്നെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മറ്റ് ഈ പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നും നോമിനേറ്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഈ നോർവീജിയൻ കമ്മിറ്റി പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ലോകരാജ്യങ്ങളിൽ, അതായത് ഒരു നാഷണൽ അസംബ്ലി, ഒരു രാജ്യത്തിൻ്റെ അസംബ്ലിയിൽ നിന്നോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സോ അതിൻ്റെ മെമ്പേഴ്സോ ആർക്ക് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. അതേപോലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ആൾക്കാർക്ക് നോമിനേറ്റ് ചെയ്യാം. പഴയ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാർക്ക് നോമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻസിൽ നിൽക്കുന്ന ഓർഗനൈസേഷൻ്റെ ഭാഗങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം. കോളേജ് പ്രൊഫസേഴ്സ്, അതായത് ക്രെഡിബിൾ ആയിട്ടുള്ള കോളേജ് പ്രൊഫസേഴ്സ്, എമിരിറ്റസ് പ്രൊഫസേഴ്സ്, ഹിസ്റ്ററി, തിയോളജി വിഭാഗങ്ങളിലുള്ള, ഫിലോസഫി, പല വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കോളേജ് പ്രൊഫസർക്കും വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നോമിനേഷൻസ് ഈ നോർവീജിയൻ കമ്മിറ്റിയുടെ അടുത്തെത്തും. ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കമ്മിറ്റിയുടെ പവർ എന്ന് പറയുന്നത് വലിയൊരു പവറാണ്. ഈ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ പട്ടിക അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് 50 വർഷത്തേക്ക് പുറത്തു പറയാൻ പറ്റില്ല. ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് പറയാനും പറ്റില്ല. സോ അതിൽ എഴുതിയിരിക്കുന്നതാണ്, ഇറ്റ് ക്യാൻ ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ഫോർ 50 years. 50 വർഷം വരെ നമുക്കിതിനെ കോൺഫിഡൻഷ്യലായിട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാർ, ഇനിയൊരു വലിയ ലിസ്റ്റാണ് കേട്ടോ, അതിനകത്ത് ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഏജൻസീസിലുള്ള എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കമ്മിറ്റി, നോർവീജിയൻ പാർലമെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്ത ഈ ഒരു കമ്മിറ്റി, ഒരു 5 അംഗ കമ്മിറ്റിയുണ്ട്. ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ നോമിനേഷൻസ് എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് കൊണ്ടുവരും. നമ്മൾ ഈ ബുക്കർ പ്രൈസൊക്കെ കൊണ്ടുവരുന്ന പോലെ ലോങ് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ടാണ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. പൊതുവേ നമ്മൾ ഓട്ടം ബ്രേക്കിന് ശേഷം അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഏതാണ്ട് ജനുവരി 31 വരെ അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 1 നോമിനേഷൻസ് വന്നിരിക്കണം.
പിന്നീടാണ് അവാർഡ് കൊടുക്കുക. സാധാരണ എല്ലാ നോബൽ സമ്മാനവും സ്വീഡനിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സ്റ്റോക്ക്ഹോം, അതിൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോം എന്ന സിറ്റിയിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പീസ് പ്രൈസ് എന്ന് പറയുന്നത് ഡിസംബർ 10 ആൽഫ്രഡ് നോബൽ, അതാണല്ലോ നോബൽ സമ്മാനം എന്ന് നമ്മൾ വിളിക്കുന്ന നോബൽ പ്രൈസ്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ നോബൽ സമ്മാനം എന്നുള്ളത്. ആൽഫ്രഡ് നോബലിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ ഇതിലാണ് ഈ നോബൽ സമ്മാനം പീസ് പ്രൈസ് കൊടുക്കുന്നത്. ഇത് സ്വീഡനിലല്ല, ഇത് നോർവേയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നോർവീജിയൻ പാർലമെൻറ്റ് ഇവിടെ പറഞ്ഞത്. നോർവേയിലെ ഓസ്ലോ എന്ന് പറയുന്ന സിറ്റി, അവരുടെ ക്യാപിറ്റൽ സിറ്റി ഓസ്ലോ സിറ്റി ഹാളിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനാണ്. ഇവിടെ നോമിനേറ്റ് ചെയ്ത വ്യക്തി മാത്രമല്ല, നോർവേയിലെ രാജാവ്, നോർവീജിയൻ രാജാവും അവരുടെ ഫാമിലിയും രാജകുടുംബാംഗങ്ങളും റോയൽ ഫാമിലി എല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു ഇവൻ്റാണ് ഈ നോബൽ സമ്മാനം. അപ്പോൾ ഇതിൽ അവിടെ അതിൻ്റെ ഡിപ്ലോമ, മെഡല്, അവാർഡും ക്യാഷ് പ്രൈസും ഒക്കെ അവാർഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യാഷ് പ്രൈസും മറ്റു കാര്യങ്ങളൊന്നും അല്ല. നോബൽ സമ്മാനം ലഭിക്കുക, അതും സമാധാനത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് ലൈഫിൽ ഏറ്റവും കിട്ടാവുന്ന വലിയൊരു അവാർഡുകളിൽ ഒന്ന് തന്നെയാണ് ആൽഫ്രഡ് നോബലിൻ്റെ പേരിലുള്ള ഈ അവാർഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെടാം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെൽഫ് നോമിനേഷൻ പറ്റില്ല എന്നുള്ളതും കൂടെ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇനി ഇത് ഇത്രയും അവാർഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധി, നമ്മൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നോൺ വയലൻസിനും സമാധാനത്തിന് വേണ്ടിയൊക്കെ നിലനിന്ന ഒരു വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. 5 പ്രാവശ്യം നോമിനേറ്റ് ചെയ്തു. 5 പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിട്ടും ഗാന്ധിജിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ്? പിന്നീട് നോബൽ പ്രൈസിൻ്റെ കമ്മിറ്റി, ഈ നോർവീജിയൻ കമ്മിറ്റിയിൽ ഇരുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ പറയുണ്ടായി, നോബൽ സമ്മാനം കൊടുത്തതിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇത്രയും ചരിത്രത്തിൽ നോബൽ കമ്മിറ്റി ഇതുവരെ ആകെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിക്ക് നോബൽ സമ്മാനം കൊടുക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഗാന്ധി റിജക്റ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗാന്ധിജിനെ നോമിനേറ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1937, 38, 39 കൺസിക്യൂട്ടീവായിട്ട്, പിന്നെ 47, 48 വർഷത്തിലാണ് ഗാന്ധിജിനെ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്തത്. ഒരു വർഷവും ഇത് കിട്ടിയില്ല. ഇതിന് ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആ കാലത്തെ നോബൽ സമ്മാനം അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു കമ്മിറ്റി, നോർവീജിയൻ കമ്മിറ്റിയുടെ ക്രൈറ്റീരിയ ഗാന്ധിജി മീറ്റ് ചെയ്തില്ലെന്നാണ് കമ്മിറ്റിയുടെ ഒഫീഷ്യൽ റിപ്പോർട്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഗാന്ധിനെ വിളിക്കുന്നത് മിസ്സിംഗ് ലോറേറ്റ് എന്നാണ്, അതായത് അവാർഡ് കിട്ടാത്ത ലോറേറ്റ് എന്നാണ്. ഗാന്ധി മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് വളരെ ഡിസേർവിംഗ് ആയിട്ട് കിട്ടാതെ പോയ ആൾക്കാർ. ഗാന്ധിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഒന്ന്, ഗാന്ധിജി ഒരു ഇൻ്റർനാഷണൽ നേതാവല്ല, ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഒരു ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്ററി റിലീഫ് വർക്കറും അല്ല. അദ്ദേഹം വേറെന്തോ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി പൊളിറ്റീഷ്യൻ അല്ല, ഈ പറയുന്ന കാറ്റഗറിയിലൊന്നും ശരിക്കും പറഞ്ഞ ഗാന്ധിജി വരുന്നില്ല. അപ്പോൾ ഈ കാറ്റഗറിയിലൊന്നും ഗാന്ധിജി വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ ഡിസ്കഷൻ പോയിൻ്റായിട്ട് അവർ മുന്നിൽ വെച്ചു. പൊളിറ്റീഷ്യൻ ഒന്നുമല്ല. രണ്ടാമത്, ഗാന്ധിജി ഒരു പസിഫിസ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ മൂവ്മെൻറ്റുകൾ നോൺ വയലൻസിന് വേണ്ടി നിന്നെങ്കിൽ പോലും പല ഗാന്ധിജിയുടെ നോൺ വയലൻറ്റ് മൂവ്മെൻറ്റുകളും പിന്നീട് വയലൻ്റായി മാറി എന്ന് ഇവർ പറഞ്ഞു. അതുകൊണ്ട് പൂർണ്ണമായും അഹിംസയിൽ വിശ്വസിച്ചിരുന്ന മൂവ്മെൻറ്റുകൾ പിന്നീട് വയലൻ്റായി മാറിയതുകൊണ്ട് ഗാന്ധിജിനെ കൺസിഡർ ചെയ്തില്ല അവർ. മൂന്നാമത്തത്, ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടിയാണ് കൂടുതലും വർക്ക് ചെയ്തത്, ഒരു ഇൻ്റർനാഷണൽ ഫിഗർ ആയിരുന്നില്ല. സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്തെങ്കിൽ പോലും ഒരു ഇൻ്റർനാഷണൽ ഫിഗർ അല്ലായിരുന്നത് ഇതിനൊരു നെഗറ്റീവായിട്ട് ഇവർ കണ്ടു തുടങ്ങി. ആൻഡ് ഇത് മാത്രമല്ല, ഗാന്ധിജി ഒരു ഇന്ത്യൻ ആയിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു ശക്തിയാണ്. കാരണം ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ അമേരിക്കൻ ഒരു ബ്രിട്ടീഷുകാർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഈ അന്നത്തെ പ്രധാനമായിട്ടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് നോബൽ സമ്മാനം കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ പ്രധാനമായി വന്നു. പിന്നീട് 1947 പാർട്ടീഷൻ ഓഫ് ഇന്ത്യ വിഭജിച്ചു, ഇന്ത്യ പാകിസ്ഥാനായി. അപ്പോൾ ആ വർഷം നോമിനേറ്റ് ചെയ്തപ്പോൾ നോബൽ കമ്മിറ്റി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, വലിയൊരു രാജ്യം, ഇത്രയും വലിയൊരു രാജ്യത്തിനെ 2 ഭാഗമായി 2 കഷ്ണമായി മുറിക്കാൻ ഗാന്ധിജിയും കൂടെ കൂട്ടുനിന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല രാജ്യത്തിനെ 2ആയി കീറി മുറിച്ചപ്പോൾ അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കാൻ സാധിക്കും? ആ വർഷം പാർട്ടീഷൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ല, എന്തിന് പാർട്ടീഷൻ അനുവദിച്ചു എന്ന് പറയുന്ന ചോദ്യത്തിന് ഗാന്ധിജിക്ക് അവാർഡ് കൊടുത്തില്ല. 1948 ഇവർ ഏകദേശം ഇത്രയും വർഷം 37, 38, 39, 47 ഇത്രയും വർഷം റിജക്റ്റ് ചെയ്തുകൊണ്ട് അവർ വിചാരിച്ചു വേണമെങ്കിൽ ഇക്കൊല്ലം ഗാന്ധിജിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെ 48 നോമിനേഷൻ പോയി കൺസിഡർ ചെയ്യാം, അവാർഡ് കൊടുക്കാം എന്ന രീതിയിൽ വന്ന സമയത്ത് ഗാന്ധിജി മരിച്ചുപോയി. അപ്പോൾ അവർ പറഞ്ഞു
ജീവിച്ചിരിക്കാത്ത ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കായിരുന്നു. അന്ന് പോസ്റ്റുമസ്, അതായത് മരിച്ചതിന് ശേഷം അവാർഡ് കൊടുക്കുന്ന പരിപാടി ഇല്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് 48-ൽ അവരത് രേഖപ്പെടുത്തി. അങ്ങനെ ഇതുവരെ ഇത്രയും പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിട്ടും ഗാന്ധിജിക്ക് ഇത് കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജി മാത്രമല്ല, ഒരുപാട് ഡിസേർവിംഗ് ആൾക്കാർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. കാരണം ഇത് അൾട്ടിമേറ്റ്ലി നോർവീജിയൻ ആ നോബൽ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റിയുടെയും കൂടെ തീരുമാനമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി അടുത്തൊരു വീഡിയോ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ട്രംപിനെങ്ങാനും നോബൽ സമ്മാനം കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഇത്രയും ആൾക്കാരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ അടുത്ത വീഡിയോയിൽ ഇതേപോലെ രസകരമായ ഒരു ടോപ്പിക്കായിട്ട് കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS Factor Context.